നമസ്തേ മിത്രങ്ങളെ, ഇന്ന് നമ്മൾ അറിയുവാൻ ശ്രമിക്കുന്നത് തിഥിയുടെ പ്രാധാന്യമാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഭഗവാന്റെ നാളിൽ, അത് ശ്രീരാമേന്ദ്രൻ്റെ ആകട്ടെ ശ്രീകൃഷ്ണന്റെ ആകട്ടെ നാളിൽ ജനിച്ചിട്ടും എനിക്ക് കഷ്ടങ്ങളും നഷ്ടങ്ങളും സങ്കടങ്ങളുമാണല്ലോ ഭഗവാനെ എത്തുന്നത്, നിനക്ക് മാത്രം സംവരണം ചെയ്തതാണോ ഈ നാളുകൾ എന്ന് തോന്നിപ്പോകും. അതിന് പ്രധാനപ്പെട്ട കാരണം നക്ഷത്രം മാത്രം ശരിയായാൽ പോരാ, തിഥിക്കും വളരെ പ്രാധാന്യമുണ്ട്. തിഥികൾ രണ്ട് രീതിയിലുണ്ട് താനും, കറുത്തപക്ഷ തിഥികളും വെളുത്തപക്ഷ തിഥികളും. വെളുത്തപക്ഷ തിഥികൾ ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുമ്പോൾ കറുത്തപക്ഷ തിഥികളിൽ ശുഭഫലങ്ങൾ നന്നേ കുറവായിരിക്കും. ഏതായാലും നാളും നാളിനോട് അനുബന്ധിച്ചു വരുന്ന തിഥിക്കും വളരെ പ്രാധാന്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഓരോ തിഥികളിലും ജനിച്ചാൽ ഏതൊക്കെ ഗുണങ്ങളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ദോഷങ്ങളാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊന്ന് അറിയാൻ ശ്രമിക്കാം. അപ്പോൾ കുടുംബത്തിലൊരു ജനനം നടന്നാൽ തന്നെ നാള് നോക്കുന്നതിനോടൊപ്പം ഏകദേശം ഒരു ധാരണ നാള് നോക്കുമ്പോൾ കിട്ടും. പക്ഷെ പൂർണ്ണമായ ഏകദേശം ഒരു 80% നമുക്ക് അസസ് ചെയ്യണമെങ്കിൽ, വിലയിരുത്തണമെങ്കിൽ തിഥി കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തിഥിയുടെ മഹാത്മ്യം, അല്ലെങ്കിൽ ഓരോ തിഥിയുടെയും പ്രാധാന്യം നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ആയതിനാൽ നമ്മൾ ഇന്ന് തിഥിയുടെ പ്രാധാന്യമാണ് അറിയാൻ ശ്രമിക്കുന്നത്. തിഥിയിൽ ആദ്യത്തെ തിഥിയായ പ്രതിപദത്തിൽ ജനിച്ചാൽ ഈശ്വര വിശ്വാസമുള്ളവനും കലാ കായിക രംഗങ്ങളിൽ മികവ് പുലർത്തുന്നവനും മന്ത്രതന്ത്രങ്ങളിൽ വിശ്വാസമുള്ളവനും അതോടൊപ്പം തന്നെ ശില്പവേലയിൽ ചാതുര്യമുള്ളവനായും പറയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ തിഥിയായ ദ്വിതീയയിൽ ജനിച്ച വ്യക്തി സമ്പത്തും ഐശ്വര്യവും അതുപോലെ തന്നെ അഭിമാന ബോധവും ഉള്ളവരായിരിക്കും. ഇവർക്ക് സർവ്വവിധമായ ഐശ്വര്യവും വളരെ വേഗത്തിൽ എത്തിച്ചേരാനുള്ള സാധ്യതയാണ് ഈ തിഥിയിൽ ജനിച്ചാൽ കാണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ തിഥിയായ തൃതീയ തിഥിയിൽ ജനിച്ച വ്യക്തിക്ക് നല്ല സൗന്ദര്യമുണ്ടായിരിക്കും. മാത്രമല്ല സൗന്ദര്യത്തോടൊപ്പം ഒരല്പം ഗർവവും കാണും. പിന്നെയോ ഇവർ പൊതുവെ സൽസ്വഭാവികളായിരിക്കും. ഏവരുമായി അടുത്ത് ഇടപെടാൻ ശ്രമിക്കുന്നത് വഴി ധാരാളം ബന്ധുബലത്തെ നേടാൻ കഴിവുള്ളവരുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ തിഥിയായ ചതുർത്ഥിയിൽ ജനിക്കുന്നവൻ ഏത് കാര്യത്തിനും തൻ്റെതായ അഭിപ്രായത്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ പറയും തോന്നിവാസി എന്ന്. എത്ര അറിവുള്ളവർ എങ്ങനെയൊക്കെ പറഞ്ഞാലും ചതുർത്ഥിയിൽ ജനിച്ചവൻ അത് സ്വീകരിക്കണമെന്നില്ല.